Serving with affection add on to the value of food. മധുരമായി നൽകിയാൽ മരുന്നും സ്വീകരിക്കപ്പെടും. അരുചിയോടെ നൽകിയാൽ ഭക്ഷണം പോലും തിരസ്കരിക്കപ്പെടും. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അഭൗമമായ രുചികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇഷ്ടംപോലെ രുചികൾ, അറിയാവുന്ന രുചികൾ, അറിയാത്ത രുചികൾ. ആധുനിക കാലത്ത് ചന്തയിൽ നിന്നും കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ തന്നെ ഒട്ടേറെ രുചികളാണ്. സ്വാഭാവികമായി നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെക്കാളും കൂടുതൽ അവയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള രുചികൾക്കും അപ്പുറത്ത് നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രുചികളാണ്. ഒരുപക്ഷെ ആ രുചികളൊക്കെ തന്നെ ഒന്നിലധികം തവണ രുചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത്തരത്തിലുള്ള രുചികൾ വരുന്നു. കാരണം കൃത്രിമ രുചികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൃത്രിമ രുചികൾ, കൃത്രിമ ഗന്ധങ്ങൾ, കൃത്രിമ വർണ്ണങ്ങൾ, അങ്ങനെ ഒട്ടേറെ. ഇതില് പലപ്പോഴും നമ്മൾ ശരീരത്തിന് ഉതകുന്ന രുചിയല്ല ഉപയോഗിക്കാറ്. കാരണം ശീലങ്ങൾ കൊണ്ട്. ഈ രുചി എന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിന് ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് രുചി എന്നത് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം, എല്ലാ വ്യവസ്ഥകളും, എല്ലാ ജൈവ വ്യവസ്ഥകളും അതിന്റെ പരിസരത്തു നിന്നും അതിനു വേണ്ടുന്ന പോഷക ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സ്വാംശീകരിച്ച് ശരീരത്തെ രൂപീകരിച്ച് ശരീരപ്രവർത്തനങ്ങൾക്ക് ശേഷം അവയിൽ പ്രവർത്തനം കഴിഞ്ഞ്, പ്രവർത്തന കാലം കഴിഞ്ഞ്, പ്രവർത്തന ധർമ്മം കഴിഞ്ഞവയെ വിസർജിച്ചുകൊണ്ട് പരിസരത്തേക്ക് തന്നെ തിരിച്ചു നൽകിക്കൊണ്ട് ആണ് ഈ ചയാപചയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ നമുക്കുള്ള സ്വീകാര്യതയുടെ ആദ്യ ഘടകം എന്ന് പറയുന്നത് രുചിയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ പോഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രത്യേക ഘടകം വേണമെന്നുള്ളപ്പോൾ ആ പ്രത്യേക രുചിയോടുള്ള ആഭിമുഖ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ പുളിപ്പ് എന്നത് നമ്മുടെ ശരീരത്തിന് തോന്നുന്നുണ്ടെങ്കിൽ പുളിപ്പിന് നിദാനമാകുന്ന പലതും, സിട്രിക് ആസിഡ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതുപോലുള്ള ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളുടെ പ്രകടനമാണ് ആ രുചിയോടുള്ള താല്പര്യം. അപ്പോ ആ രുചിയുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായൊരു മെക്കാനിസമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്തോ അത് രുചിയായിട്ട് തോന്നുന്നു, ആ രുചിയോടൊരു താല്പര്യം തോന്നുന്നു, ആ രുചിയുള്ള വസ്തുക്കളെ തെരഞ്ഞെടുത്ത് നമ്മൾ കഴിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകം നമുക്ക് ലഭിക്കുന്നു. ആധുനിക കാലത്ത് അതിന്റെ ഘടന മാറി. ഈ പ്രവർത്തനത്തിന്റെ സ്വാഭാവികമായ നമ്മളുടെ ഇടപെടലിന്റെ സ്വഭാവം മാറി. നമ്മൾ കഴിക്കാൻ താല്പര്യപ്പെടുന്ന രുചികൾ കൃത്രിമമായി ഉണ്ടാക്കി തരുന്ന സമയത്ത് രുചി തിരിച്ചറിയാനുള്ള നമ്മുടെ മുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളൊരവസ്ഥ ഇല്ലാത്ത രീതിയിലേക്കാണ് ആയിത്തീർന്നിട്ടുള്ളത്. അപ്പോ രുചി എന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന ഘടകങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കൃത്യമായ സ്വീകാര്യത ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ഇന്ന് അതാണെന്നുള്ള ഒരു പ്രതീത അവസ്ഥ നമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് രുചിക്കൂട്ടുകൾ നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രുചി എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഗന്ധത്തിൽ, നമ്മുടെ കാഴ്ചകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ അഭിരുചികളിൽ എല്ലാം തന്നെ ഈ രുചി എന്നത് ബാധകമാണ്. അങ്ങനെ ബാധകമായിരിക്കുന്ന രുചികൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവൽ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്.
ഈ ഒരു സങ്കേതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്കൃത മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. ഒരു വീട് വളരെ ക്രമത്തിലായിരിക്കുന്ന സമയത്ത് അതിനൊരു സ്വീകാര്യത നമ്മുടെ മനസ്സിലുണ്ടാകും. ആ മനസ്സിലുണ്ടാക്കുന്ന സ്വീകാര്യതയുടെ കാര്യം എന്ന് പറയുന്നത് വീടിന്റെ ഘടകഭാഗങ്ങളുടെ ക്രമമാണ്, അതിന്റെ സൗന്ദര്യമാണ്. ഇത് നമ്മുടെ മനസ്സിലുള്ള ഗൃഹസങ്കല്പങ്ങൾക്ക്, ക്രമസങ്കല്പങ്ങൾക്ക് രുചി നൽകുന്ന സമയത്താണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു സൗന്ദര്യ ആസ്വാദനം നടക്കുന്നത്, സ്വീകാര്യത ഉണ്ടാകുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളിലും ഈ രുചി എന്നുള്ളത് ബാധകമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഇവിടുത്തെ ഇന്നത്തെ പ്രമേയം എന്ന് പറയുന്നത് മധുരമായി നൽകിയാൽ മരുന്നും സ്വീകരിക്കപ്പെടുന്നുള്ളതാണ്. മരുന്ന് എന്ന് പറയുന്നത് കൈപ്പേറിയതാണ്. മിക്കവാറും മരുന്നുകൾ നമ്മുടെ രുചിക്ക് ചേർന്നതല്ല. കാരണം മരുന്നുകൾ ശരീരത്തിന്റെ ഒരു ആവശ്യമല്ല എന്നുള്ളത് തന്നെ. സ്വാഭാവികമായ സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നാത്തവ അസ്വാഭാവികമായ സമയത്ത് കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മുടെ യുക്തിയുടെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായ സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നാത്തവ, സ്വാഭാവികമായ സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നാത്തവ അരുചി ഉളവാക്കുന്നവയാണ്. അതേ അരുചി അസ്വാഭാവികമായ സമയത്തും നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത്, ആ അരുചി നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ ഔഷധം നമ്മൾ കഴിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് വല്ലാത്ത കൃത്രിമത്വമാണ്, അനാവശ്യമാണ്. പക്ഷെ ആധുനിക ലോകത്തെ ജീവിതത്തിൽ പലപ്പോഴും മരുന്നുകളുടെ സ്വാധീനത്തിലൂടെയാണ് നമ്മൾ പലതിനെയും കടന്നു പോകുന്നത്. പലതിനെയും ഒരു പാല വിട്ടപ്പുറത്തേക്ക് കടന്നു പോകുന്നത് മരുന്നുകളുടെ സ്വാധീനത്തിലാണ്. ഈ മരുന്നും ഇപ്പോ കഴിക്കാനുള്ള സൗകര്യത്തിനായിട്ട് നമ്മൾ മധുരം ചേർക്കാറുണ്ട്. ഉദാഹരണത്തിന് ആടലോടകം അരച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ നീരെടുത്തിട്ട് ആവിയിൽ പൊഴിഞ്ഞ് അതിന്റെ നീരെടുത്തിട്ട് നമ്മളൊരു കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞത് റിജക്ട് ചെയ്യുന്ന ഒഴിവാക്കാനായിട്ട് നമ്മൾ തേനിൽ ചാലിച്ചു കൊടുക്കും. അപ്പൊ ഇത് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന ഒരു രീതിയാണ്. ആധുനിക കാലത്തെ ഔഷധങ്ങൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഔഷധങ്ങളൊക്കെ തന്നെ ഈ മധുരം ചെലുത്തുന്ന കാര്യങ്ങളിലൂടെയാണ് ചേർത്തുകൊണ്ടത്. ഹോമിയോ മരുന്നിലൊക്കെ മധുര ഗുളികകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മധുരത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം ഉപയോഗിച്ചുകൊണ്ട് ഈ അന്യവസ്തുവിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തുക എന്നുള്ള പരിപാടി വിജയകരമായിട്ട് നമ്മൾ സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് മധുരമായി നൽകിയാൽ മരുന്നും സ്വീകരിക്കപ്പെടുമെന്ന് പറയുന്നത്. എന്നാൽ അരുചിയോടെ നൽകിയാലും, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അരുചിയാണുള്ളതെങ്കിലും അത് തിരസ്കരിക്കും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അത്തരം രുചികരമല്ലാത്ത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ശരീരം ഉടനെ റിജക്ട് ചെയ്യും. ശരീരം റിജക്ട് ചെയ്യില്ല, മനസ്സ് റിജക്ട് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് ഭക്ഷണമാണോ അല്ലെങ്കിൽ ഏത് ഇൻപുട്ടാണോ നമ്മൾ കൊടുക്കുന്നത്, അതില് ഏത് രീതിയിലാണോ നമ്മൾ അതിനെ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന രീതി ആ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ മാറ്റ് കൂട്ടും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഭക്ഷണം എന്ത് മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാലും, എന്ത് ഭൗതിക രൂപത്തിലുള്ളതാണെങ്കിലും ആ ഭൗതിക രൂപത്തിനും അപ്പുറത്തേക്ക് അതിന് സ്വീകാര്യത വരുത്താൻ അതെങ്ങനെ നൽകുന്നു, എന്ത് പൊതിഞ്ഞു നൽകുന്നു, മധുരം പൊതിഞ്ഞു നൽകുന്നുവോ, സ്നേഹം പൊതിഞ്ഞു നൽകുന്നുവോ, ഒരു ഡിമാൻഡ് പൊതിഞ്ഞു നൽകുന്നുവോ, എന്ത് പൊതിഞ്ഞു നൽകുന്നു, അതിനനുസരിച്ച് ഇതിന്റെ മൂല്യത്തിൽ മാറ്റം വരും, ഇൻപുട്ടിൽ മാറ്റം വരും. അപ്പോ ആ പൊതിയൽ എന്നുള്ള പ്രക്രിയ കേവലം ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല, ഭൗതികേതരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് അമ്മമാര് വെച്ച് തരുന്ന ഭക്ഷണത്തോട് നമുക്ക് പ്രതിപത്തി ഉണ്ടാകും. കാരണം അമ്മമാര് ഭക്ഷണം വെക്കുന്ന സമയത്ത്, ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഒക്കെ അവരുടെ സ്നേഹം ചാലിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യം എന്ന പോലെ അവര് മനസ്സുകൊണ്ടത് അറിഞ്ഞ് നമ്മുടെ ശരീരത്തിന് എന്ത് ആവശ്യമുണ്ടെന്ന് കൃത്യമായി അവരത് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണം അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുക. ഞാൻ സാധാരണ അമ്മമാരുടെ കാര്യമാണ് പറയുന്നത്, കൃത്രിമ അമ്മമാരുടെ കാര്യമല്ല. ആധുനിക കാലത്ത് യൂട്യൂബ് നോക്കി പാചകം ചെയ്യുകയും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയും മക്കളുടെ വയറ് നിറയ്ക്കാനായിട്ട് ബോർമയിൽ നിന്നുള്ള വസ്തുക്കൾ വാങ്ങിച്ചു നൽകുകയൊക്കെ ചെയ്യുന്ന അമ്മമാരുടെ കാര്യമല്ല പറഞ്ഞത്. എന്റെ കുഞ്ഞിന് ഇന്ന പോഷണം ആവശ്യമാണ്, ഇന്ന രീതിയിലായിരിക്കണം, എന്റെ കുഞ്ഞിന് ഇതിഷ്ടമാണ്, ഇതിഷ്ടമല്ല എന്ന രീതിയിൽ തിരിച്ചറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യുന്ന അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ പലപ്പോഴും ഈ പോഷകങ്ങളെക്കാളും കൂടുതൽ സ്നേഹമാണ് പോഷണമായി നൽകുക.
അപ്പൊ ഈ പോഷണം കുഞ്ഞിന്റെ അകത്തേക്ക് ചില സമയത്ത് കുഞ്ഞിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ കുഞ്ഞ് വളർന്നു വലുതായി നമ്മൾ മുതിർന്ന പൗരന്മാരായി കഴിഞ്ഞാൽ പോലും അമ്മ വയ്ക്കുന്ന ഭക്ഷണത്തിന്റെ രുചി, അമ്മ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ രുചി അത് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു പുരുഷനാണെങ്കിൽ അയാളുടെ ഭാര്യയോട് അകൽച്ചയുണ്ടാവും. ഭാര്യ നൽകുന്ന ഭക്ഷണം, അമ്മ നൽകുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയുടെ അടുത്തെത്തുന്നില്ലെങ്കിൽ അവർക്കിടയിലുള്ള അകൽച്ച ഉണ്ടാകാൻ പോലും അത് കാരണമാണ്. അപ്പോ രുചി എന്ന് പറയുന്നതിന് കേവല ഭൗതികമായ സ്വാദമുകളങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമല്ല ഉള്ളത്. അതിന് സ്നേഹത്തിന്റെ വ്യാകരണമുണ്ട്, അതിന് കരുതലിന്റെ ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് അറിയാതെ നാം ആർക്ക് എന്ത് നൽകിയാലും അത് ഫലവത്താകില്ല, അത് പൂർണ്ണമാകില്ല, അത് അതിന്റെ ധർമ്മം നിർവഹിക്കില്ല. അപ്പോ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് നൽകുന്ന ദാനത്തിന് നാം നൽകുന്ന സ്നേഹം, കരുതൽ, അതാണ് ആ ദാനത്തിന്റെ മൂല്യം സൂക്ഷിക്കുക. അങ്ങനെ നൽകിയാൽ എന്തും സ്വീകരിക്കപ്പെടും. സ്നേഹം ചേർത്ത് നൽകിയാൽ എന്തും സ്വീകരിക്കപ്പെടും. എത്ര അമൃതാണെങ്കിലും ശരി, സ്നേഹമില്ലാതെ, കരുതലില്ലാതെ, മധുരമില്ലാതെ നൽകിയാൽ അത് തിരസ്കരിക്കപ്പെടും. ഇനി ആർക്കും എന്തും നൽകുന്നു, അതിനകത്ത് നിങ്ങൾ എന്താണ് ചേർത്ത് വെച്ചിട്ടുള്ളത്, അത് വിളമ്പുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും എന്നത് പരിശോധിക്കുക. മധുരമായി നൽകുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.